ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചിക്കൻ നല്ലൊരു ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്നൊരു ഫുൾ ചിക്കൻ ഞാൻ മേടിച്ചു. അപ്പോൾ നമുക്ക് ഇവനെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഇവനെ ഫുള്ളായിട്ട് നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാരണം നല്ല അടിപൊളി ഒരു മസാല കൂട്ടൊക്കെ ഉണ്ടാക്കി അതിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല കൂട്ടാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നിർത്തിയ നല്ല ഫുള്ളായിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മസാലയും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു സ്പെഷ്യൽ മസാലയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഫുൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താ പറയുന്ന ഒരു മസാല കൂട്ടുണ്ടാക്കാനായിട്ട് ആദ്യത്തെ ഐറ്റം നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി, ഒരു മീഡിയം സൈസിലുള്ള കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ കൊച്ചുള്ളി. ഇതൊരു കൊച്ചുള്ളി ഞാനിപ്പോൾ ഒരു 4-5 ചെറിയ കൊച്ചുള്ളി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു 6 പച്ചമുളക്, കറിവേപ്പില. ഇത്ര ഐറ്റമാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഇത് നമുക്കൊരു മിക്സിക്കകത്തിട്ട് നല്ലപോലെ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അടിച്ചെടുത്ത പേസ്റ്റാണിത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട്. ഇത് നല്ലപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ മിക്സിക്കകത്തിട്ട് ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം ഒരു ശകലം പച്ചവെള്ളം, ഒരു ജാസ്തി ഒരു 2 ടീസ്പൂൺ പച്ചവെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം നല്ലപോലെ ഒന്ന് വരയണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ലപോലെ നമുക്കൊന്ന് പറഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കാരണം നല്ലപോലെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാലയൊക്കെ നല്ലപോലെ നമ്മുടെ ഇറച്ചിയിലേക്ക് ഒന്ന് പിടിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മളങ്ങ് തേക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ചിക്കൻ മസാല പിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതങ്ങോട്ട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഇതേപോലെ ചെറിയ ഒരു ശകല ഇടവിട്ട് നമ്മളിത് ഇതേപോലെ മുറിച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഇതേപോലെ നല്ലപോലെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മസാല നല്ലപോലെ അതെല്ലാം കയറും. അതേപോലെ നമ്മുടെ അതിൻ്റെ കാലും എല്ലാം നല്ലപോലെ ഇതേപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്കിതെല്ലാം നല്ലപോലെ ഞാനൊന്ന് വരഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ എല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ചിക്കനകത്തേക്ക് പുരട്ടാനുള്ള നമ്മുടെ മസാല റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ അടിച്ചു വെച്ചിട്ട് നമ്മുടെ പേസ്റ്റ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ മുകളിലേക്ക് ശകലം നമ്മുടെ റെഡ് ചില്ലി സോസാണ്. ഇത് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തൈരാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1-2 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അപ്പം ഈ തൈര് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടി. ഞാൻ നല്ലൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ശകലം ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്ര ഐറ്റംസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇത് 1/2 ടീസ്പൂണിൻ്റെ അളവാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീര് ഇതും കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്കിതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ വരഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അങ്ങോട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മുടെ മസാല എല്ലാം കൂടി ഇവനിലേക്ക് ആദ്യം നല്ലപോലെ അങ്ങ് തേച്ച് കൊണ്ട് പിടിപ്പിക്കാം. നമ്മുടെ ഈ കട്ട് ചെയ്ത പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ എല്ലാം നല്ലപോലെ മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് വെച്ച് കൊടുക്കണം. എന്നാലും ആ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കത്തുള്ളൂ. നമുക്കിത് നല്ല വൃത്തിയായിട്ട് ഇതിനകത്തേക്ക് നല്ലപോലെ മസാലയൊക്കെ തേച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം പുരട്ടി നല്ല സെറ്റാക്കി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ നമ്മുടെ കട്ട് ചെയ്ത ഇതിനകത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ഇവനെ ഒരു അരമണിക്കൂർ ഈ മസാല എല്ലാം കൂടെ പുരട്ടി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് വെക്കണം. എന്നാൽ നമ്മുടെ ആ മസാല എരിവും നമ്മുടെ ആ നാരങ്ങ നീരിൻ്റെ ഒക്കെ ആ എസൻസും നമ്മുടെ ചില്ലി സോസിൻ്റെ ഒക്കെ ആ എസൻസ് എല്ലാം നമ്മുടെ ഇറച്ചിയിലേക്ക് ഒന്ന് പിടിക്കണം. എന്നാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഈ മസാല വരട്ടി പെട്ടെന്ന് ഒരു എണ്ണയിലോട്ട് എടുത്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഇവനെ നമുക്കൊരു അരമണിക്കൂർ ഇവനെ ഒന്ന് മസാല എല്ലാം ഇറച്ചിയിലേക്ക് പിടിക്കാനായിട്ടൊന്ന് വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം ജസ്റ്റ് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ എണ്ണയ്ക്കകത്താണ് ഞാനിത് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് ഇപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരണം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി എല്ലാം നമ്മുടെ എണ്ണയ്ക്കകത്തൊന്ന് നല്ലപോലെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, നല്ല ഒരു ഫ്ലേവർ കിട്ടും ആ എണ്ണയ്ക്ക്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ കറിവേപ്പിലയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണം എല്ലാം കൂടെ വരാൻ വേണ്ടിയാണ് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതാണല്ലോ നമ്മുടെ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ള് മുങ്ങത്തില്ല, കാരണം പാത്രം അല്പം ചെറുതായതുകൊണ്ട് ഇത് ഫുള്ള് മുങ്ങി വരത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇവനൊന്ന് ഒരു സൈഡെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ അവിടെ ഏകദേശം ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ മറിച്ചിടുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് നമുക്ക് മറിച്ചിടുന്നതാണ് ഒരു പണി. നമ്മുടെ ഒരു 1 സൈഡ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മറിച്ചിടുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് എണ്ണയൊന്നും തെറിച്ച് കയ്യിലും കാലയിലും ഒന്നും വീഴാതൊക്കെ വേണം ചെയ്യാനായിട്ട്. ഇതായിപ്പോൾ കണ്ടോ, നമ്മുടെ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇതാണ്ട, അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ഫുൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഈ ചിക്കനിലേക്കെല്ലാം നല്ല സെറ്റായിട്ട് എല്ലായിടത്തും കൂടെ നല്ലപോലെ ഒരു അരമുറി നാരങ്ങ മതി. നാരങ്ങയുടെ നീരും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് നമ്മൾ ഓരോ പീസായിട്ട് അങ്ങോട്ട് വേണ്ട. അത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണ്ട, നല്ല ചൂട് ചിക്കനും അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു സവാളയുടെ ഒരു പീസ് മാത്രം മതി. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 4 പീസായിട്ടാക്കിയിട്ട് നിങ്ങൾക്കിത് ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്യാനേ ഉള്ളൂ. ഈ മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രപ്പെടുന്ന നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ ഓക്കെ, ബൈ.